ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 പത്രോസ് 4:10. ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. യെസ്, സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം വായിച്ചപ്പോൾ ബൈബിളിലെ താലന്തുകളുടെ ഉപമയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരിക്കൽ ഒരു യജമാനൻ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് ഒരാൾക്ക് 5 താലന്ത് കൊടുത്തു, മറ്റൊരാൾക്ക് 2 താലന്ത് കൊടുത്തു, ഇനി ഒരുവന് 1 താലന്തും കൊടുത്തു. അതിനുശേഷം യജമാനൻ ദൂരദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. തിരിച്ചു വന്നപ്പോൾ യജമാനൻ ഭൃത്യന്മാരെ വിളിച്ചു. 3 പേരും വന്നു. അതിൽ ആദ്യത്തവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് നൽകിയ 5 താലന്തുകളുടെ ഒപ്പം ഞാൻ 5 താലന്ത് കൂടി സമ്പാദിച്ചിരിക്കുന്നു. അപ്പോൾ യജമാനൻ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ കാര്യസ്ഥ, നീ ഇന്നു മുതൽ 10 നഗരങ്ങളുടെ അധിപനായിരിക്കും. രണ്ടാമനും വന്നു പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണ് തന്നത്, ഞാൻ 2ൻ്റെ കൂടെ 2 കൂടെ സമ്പാദിച്ചുവെന്ന്. അപ്പോൾ യജമാനൻ പറഞ്ഞു, വിശ്വസ്തനും നല്ലവനുമായ കാര്യസ്ഥ, നീയും 4 നഗരങ്ങളുടെ മേൽ അധിപനായിരിക്കും. എന്നാൽ ഒടുവിലെത്തവൻ വന്ന് പറഞ്ഞു, നീചനും ദുഷ്ടനുമായ യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നീ തന്ന നാണയം കുഴിച്ചിട്ടു എന്ന്. സ്നേഹമുള്ളവരെ, യജമാനൻ പറഞ്ഞു, അവനെ പിടിച്ച് കാരാഗൃഹത്തിലടയ്ക്കൂ. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് താലന്തുകൾക്ക് പകരം ദൈവം ഒത്തിരി ടാലൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ടാലൻ്റാണ് തന്നിരിക്കുന്നത്. ഒരുവന് ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള വചനപ്രഘോഷണപരമായിരിക്കാം, ഇനി ഒരുവന് ശുശ്രൂഷാപരമായിരിക്കാം, ഇനി ഒരുവന് ശുശ്രൂഷികളുടെ ശുശ്രൂഷകനാകാനുള്ള പരമായിരിക്കാം, കൗൺസിലിംഗ് പരമായിരിക്കാം. എന്തിനേറെ പറയുന്നു, അടുക്കള മുതൽ അങ്ങ് അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഓരോ പ്രത്യേകമായ വരങ്ങളും ദാനങ്ങളും തമ്പുരാൻ നൽകിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് കിട്ടിയ ദാനങ്ങൾ എന്താണെന്ന് നാം തന്നെ തിരിച്ചറിഞ്ഞ് ആ ദാനത്തെ പരിപോഷിപ്പിക്കുമ്പോഴാണ്, കത്തിജ്വലിപ്പിക്കുമ്പോഴാണ് ദൈവത്തിന് ഏറെ ഇഷ്ടം. ഇല്ലെങ്കിൽ 1 താലന്ത് കിട്ടിയവൻ അത് മണ്ണിൽ കുഴിച്ചിട്ടപ്പോൾ അവനെ കാരാഗൃഹത്തിൽ അടച്ച പോലെ നമുക്ക് തന്ന ടാലൻറ്റുകളായി മാറ്റി നമ്മുടെ ഓരോ ടാലൻറ്റിനെയും നാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് തമ്പുരാൻ ഏറെ ഇഷ്ടം. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, നീ ഞങ്ങൾക്ക് വളരെ